ഗുരുവായൂർ കേശവൻ. കേരളക്കര ഇതുവരെ കണികണ്ടതിൽ വെച്ചും ഏറ്റവും പ്രശസ്തനായ ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ. ഐതിഹ്യമനുസരിച്ച് 1921 മലബാർ കലാപം പൊട്ടിപ്പിളർന്നപ്പോൾ നിലമ്പൂർ മഹാരാജാവായിരുന്നു ഗുരുവായൂരപ്പന് നേർച്ച നേർന്നത്. അതായത് സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടിയാൽ ഒരാനയെ ഗുരുവായൂരപ്പന് മുമ്പിൽ നടക്കിരുത്താമെന്നായിരുന്നു. ഒടുവിൽ സ്വത്തുക്കളെല്ലാം വീണ്ടു കിട്ടുകയും കേശവനെ 1922 ഗുരുവായൂരപ്പന് മുന്നിൽ നടക്കിരുത്തുകയും ചെയ്തു. തിടമ്പുമായി കയറുന്നവർ മുൻകാലുകളിലൂടെയും അല്ലാത്തവർ പിൻകാലുകളിലൂടെയും കയറണമെന്ന പ്രത്യേകത കേശവനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തിടമ്പ് ഏറ്റിയാൽ തിടമ്പിറക്കും വരെ പരമാവധി ഉയരത്തിൽ തല ഉയർത്തിപ്പിടിക്കുമെന്ന പ്രത്യേകതയും കേശവനുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. 1934 ഗുരുവായൂർ വലിയ പത്മനാഭൻ ചരിഞ്ഞതോടെ ഗുരുവായൂർ ആനക്കോട്ടയുടെ അവകാശിയായി കേശവൻ മാറുകയായിരുന്നു. കേശവന്റെ ഉയരം ഏകദേശം 320 സെന്റിമീറ്ററിന് അടുത്തായിരുന്നു. കേശവൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ തന്നെയായിരുന്നു ഏറ്റവും ഉയരം കൂടിയ ആനയും. 1976 ഡിസംബർ 1 കേശവൻ കുഴഞ്ഞു വീഴുകയും ശേഷം പിറ്റേ ദിവസം 1976 ഡിസംബർ 2 പുലർച്ചെ കേശവൻ ചരിയുകയുമായിരുന്നു. അതിനു മുൻപും ശേഷവും ഒരുപാട് ആനകൾ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കേശവനേക്കാൾ പ്രശസ്തിയായ ഒരാന വേറെ ഇല്ലായിരുന്നു. ആദ്യമായി ഗജരാജ പട്ടം ലഭിച്ച കൊമ്പനായിരുന്നു കേശവൻ. കേശവന് പ്രണാമം.